വെൽക്കം ബാക്ക്. അപ്പൊ എല്ലാവർക്കും റിവ്യൂ ആൻഡ് റേഷനിലെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ സിനിമയുടെ റിവ്യൂസ് ഒക്കെ ചെയ്ത് കുറെ നാളായി. എനിക്ക് മൂവി കണ്ട് റിവ്യൂ ചെയ്യാനുള്ള സമയം കിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഓരോ മൂവീസ് ഒക്കെ റിയാക്ട് ചെയ്തിരുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ഒപ്പം സിനിമയുടെ ക്ലൈമാക്സിലെ മറ്റേ പോലീസ് സ്റ്റേഷൻ ഫൈറ്റ് സീനാണ് കാണാൻ പോകുന്നത്. അപ്പൊ തുടരെ നമ്മൾ ഓർഡർ ഇട്ടിരുന്നു. അതുപോലത്തെ ഒരു അടിപൊളി ഫൈറ്റ് സീനാണ് ഇതും. അപ്പൊ അത് കണ്ട് റിയാക്ട് ചെയ്യാം. കുറെ നാളെ വീണ്ടും ഒപ്പം കണ്ടിട്ട്. അപ്പൊ നമ്മൾ റീവാച്ച് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ക്ലൈമാക്സ് ഫൈറ്റ് സീൻ കണ്ട് റിയാക്ട് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പൊ നമുക്ക് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അപ്പൊ എല്ലാവരും മാക്സിമം ചാനലും സപ്പോർട്ട് ചെയ്യണം. 450 സബ് ആയിട്ടുള്ളൂ. അപ്പൊ നമുക്കൊരു 1K അടിക്കണം എത്രയും പെട്ടെന്ന്. വാച്ച് അവർക്ക് ഏതാണ്ട് അടുത്തെത്തിയിട്ടുണ്ട്. പക്ഷേ മൂടി നമുക്കൊന്ന് ആക്റ്റീവ് ആക്കണം. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം മാക്സിമം. അപ്പൊ എന്തായാലും വീഡിയോ നീട്ടിക്കൊണ്ട് പോകുന്നില്ല, നമുക്ക് വീഡിയോ പ്ലേ ചെയ്യാം. സാർ, എനിക്ക് ഒരു അവസരം കൂടെ തരണം. ഒരു പക്ഷെ അയാൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റിയേക്കോ. ഇരിക്കടാ അവിടെ. പിന്നെ നമ്മളെ ചാട കയറാനുള്ള പരിപാടിയാണ്. സ്റ്റോപ്പ് ബുൾഷിറ്റിംഗ്. കിട്ടില്ല പോടട്ടോ. ഒരു കൊലപാതകം താൻ ഉണ്ടാക്കിയെടുക്കുകയാണ് തന്റെ സങ്കല്പത്തിൽ പോലീസിന്റെ അന്വേഷണം വഴിതെറ്റിക്കാനായിട്ട്. ആ ഓട്ടോ ഡ്രൈവർ ഒരുത്തനാ തന്റെ ഈ കള്ളക്കഥകൾക്ക് തടസ്സം നിന്ന്. അതുകൊണ്ട് അവനെയും താൻ തട്ടി. ഇല്ല സാർ, എന്നെ വിശ്വസിക്കണം. തന്നെ വിശ്വസിക്കാതിരിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. താനല്ലടോ പറഞ്ഞത് അയാൾ ഭയങ്കര ബലിഷ്ഠനും ബുദ്ധിമാനും ഒക്കെ ആണെന്ന്. എന്നിട്ട് എന്താടോ തന്നെ പോലെ അന്ധനും ബലഹീനമായ ഒരുത്തനെ അയാൾ ഒരുപാട് സന്ദർഭങ്ങൾ കിട്ടിയിട്ടും വെറുതെ വിട്ടത്? അയാൾ ബുദ്ധിമാനാണ് സാർ, അതുകൊണ്ട് അയാൾക്ക് അറിയാം. കിടിലും പില്ലിലും വില്ലന്റെ കിടിലും ബീജും കേട്ടോ. അതെന്താടോ? അയാൾക്ക് എന്നെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. അയാൾക്കെന്നല്ല, നേരിട്ട് എന്നെ വെല്ലുവിളിക്കുന്ന ആർക്കും അതിന് കഴിയില്ല സാർ. എന്താ സൂപ്പർമാനാ? അഹങ്കാരം കണ്ടില്ല സാറേ. സാർ പോണം സാർ. വീട്ടിൽ പോണം സാർ. ഇത് ഞങ്ങള് നോക്കിക്കോളാം. ഞാൻ മോനെ ആദ്യം ഇവളെ കൊണ്ട് വീട്ടിൽ വിടും. സാർ, സാർ, അവസാനമായി എനിക്ക് ഒരു അവസരം കൂടെ തരണം സാർ. എനിക്കിപ്പോ അറിയാം അയാൾ അവിടെ ഉണ്ടെന്ന് സാർ. ഓ ഇനി തളരുത്, തളരുത്. എടോ, ആ പുറത്തോട്ടുള്ള വാലടക്കി അടയ്ക്കരുത്. അടയ്ക്കരുത്. നീ എത്ര ഉച്ചത്തിൽ നിലവിളിച്ചാലും പുറത്ത് കേൾക്കൂല. അതിനാണ് ഞങ്ങൾ ഈ സെറ്റപ്പ് ഒക്കെ ചെയ്തത്. അതുകൊണ്ടല്ല അടയ്ക്കരുതെന്ന് പറഞ്ഞേ. പിന്നെ 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 നിങ്ങൾക്ക് അത്യാവശ്യം ഇറങ്ങി ഓടണം തോന്നിയാൽ അത് നടക്കത്തില്ല. അടിയണവനെ. ഓ ഇതുപോലത്തെ സീനാ തുടരലും. ഒന്ന് രണ്ട് ഞാൻ മോനെ എക്കത്തിനെ ഉറക്കി. പോളി. അപ്പൊ നമ്മള് അപ്പൊ നമ്മൾ അത്രയും കാണുന്നുള്ളൂ. ഒരുപാട് നീട്ടി നോക്കിയ പണി. ഇപ്പൊ വീഡിയോസിനൊക്കെ നല്ല രീതിയിൽ കോപ്പറേറ്റ് അടിച്ച് കയറട്ടെ. എനിക്ക് ഒന്നും പറയാനല്ലോ, എന്ത് വീഡിയോ ഇട്ടാലും കോപ്പറേറ്റ്. ഷോർട്സിന് വരെ
വെറുതെ കോപ്പറേറ്റ് അടിക്കണം. എനിക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. എന്താണെന്ന് എനിക്ക് അറിയില്ല, ഇങ്ങനെ കോപ്പറേറ്റ് ചെയ്യുന്നത് എനിക്ക് അറിയില്ല എന്താണ്. അപ്പൊ എന്തൊക്കെയോ ടെക്നിക്ക് ഉണ്ട് ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അത് ചെയ്ത് പഠിക്കാനുണ്ട്. അപ്പൊ എനിക്ക് എന്താ അറിയില്ല, നോക്കാൻ എന്തായാലും. നമ്മുടെ ഈ സൗണ്ടിലാണോ പിടിക്കണേ വിഷ്വൽസിലാണോ പിടിക്കണേന്നൊന്നും അറിയില്ല കറക്റ്റായിട്ട്. എന്തായാലും നോക്കാൻ എന്തായാലും. അപ്പൊ നമുക്ക് പുറത്തുനിന്നൊക്കെ തമിഴ്നാട്ടിൽ നിന്നും കന്നഡ തെലുങ്കിൽ നിന്നൊക്കെ വ്യൂസ് ഒക്കെ വരണം സിനിമയ്ക്ക് റിയാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ. ഇപ്പൊ അത് വന്നില്ല. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ഏറ്റവും കൂടുതൽ വ്യൂസ് എനിക്ക് കയറി തന്നെ. അപ്പൊ അതുകൊണ്ട് മലയാളം സിനിമയുടെ റിയാക്ഷൻ കൂടുതൽ ചാനൽ ഇടാം. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും